കെ ബാബുവിന്റെയും ബന്ധുക്കളുടെയും വിദേശയാത്രകൾ സംബന്ധിച്ച വിവരങ്ങൾ കൈമാറാൻ വിജിലൻസ് നിർദ്ദേശം. ഇക്കാര്യം ആവശ്യപ്പെട്ട് ഇമിഗ്രേഷൻ ഓഫീസർക്ക് വിജിലൻസ് കത്ത് നൽകി. ബാബുവിന്റെ സ്വത്ത് വിവരം സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായി ആദായനികുതി വകുപ്പിനും രജിസ്ട്രേഷൻ ഐജിക്കും വിജിലൻസ് നേരത്തെ കത്ത് നൽകിയിരുന്നു. മന്ത്രിയായിരിക്കെ കെ ബാബു നടത്തിയ വിദേശയാത്രകളെക്കുറിച്ചാണ് വിജിലൻസ് അന്വേഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ബാബുവിന്റെ പാസ്പോർട്ട് വിജിലൻസ് നേരത്തെ പിടിച്ചെടുത്തിരുന്നു. എന്നാൽ ബാബുവിന്റെ ബന്ധുക്കളുടെയും ബിനാമികളുടെയും പാസ്പോർട്ട് വിജിലൻസിന് ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഇമിഗ്രേഷൻ ഓഫീസർക്ക് വിജിലൻസ് കത്ത് നൽകിയിരിക്കുന്നത്. ബാബുവിന്റെയും ബന്ധുക്കളുടെയും ബിനാമികളുടെയും യാത്രാ വിവരങ്ങൾ ലഭ്യമാക്കണമെന്നാണ് കത്തിലെ പ്രധാന ആവശ്യം. കഴിഞ്ഞ ദിവസം രജിസ്ട്രേഷൻ ഐജിക്ക് വിജിലൻസ് കത്ത് നൽകിയിരുന്നു. ബാബുവിന്റെയും ബിനാമികളുടെയും സ്വത്തുക്കൾ കണ്ടെത്താനാണ് വിജിലൻസിന്റെ ഈ നടപടി. ആദായനികുതി വകുപ്പിനും വിജിലൻസ് നേരത്തെ കത്ത് നൽകിയിട്ടുണ്ട്. ആദായനികുതി റിട്ടേൺ സമർപ്പിച്ചത് സംബന്ധിച്ച വിവരങ്ങൾ അറിയുന്നതിനാണ് ആദായനികുതി വകുപ്പിന് കത്ത് നൽകിയിട്ടുള്ളത്. വിവിധ വകുപ്പുകളുടെ സഹായത്തോടെ ശക്തമായ അന്വേഷണമാണ് വിജിലൻസ് നടത്തുന്നത്. കേസിൽ പ്രാഥമിക തെളിവെടുപ്പ് പൂർത്തിയാക്കിയ അന്വേഷണ സംഘം പിടിച്ചെടുത്ത രേഖകളുടെ പരിശോധന തുടരുകയാണ്. ഒരാഴ്ചയ്ക്കകം പരിശോധനകൾ പൂർത്തിയാക്കി വിജിലൻസ് ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കെ ബാബുവിനെതിരായ നിലപാടിൽ ഉറച്ചു വി എം സുധീരൻ. തന്റെ നിലപാട് ഉന്നതാധികാര സമിതിയിൽ പറയുമെന്ന് സുധീരൻ പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് തന്നെയല്ല കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF ഈ കാര്യത്തിലൊരു നിലപാട് പറഞ്ഞിട്ടുണ്ട്. ആ UDFിൻ്റെ നിലപാട് പറഞ്ഞത് അവിടെ കൃത്യമായ ചർച്ചയ്ക്ക് ശേഷമാണ്. ആ ചർച്ചയിൽ കോൺഗ്രസിൻ്റെ പ്രാഥമികമായ അഭിപ്രായം അവിടെ പറഞ്ഞിട്ടുണ്ട്. APCC അധ്യക്ഷൻ എന്നുള്ള നിലയിൽ UDFിൽ ചർച്ച വന്ന സന്ദർഭത്തിൽ അവിടെ പ്രാഥമികമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതേക്കുറിച്ച് സമഗ്രമായ ഒരു അഭിപ്രായം പറയുന്നത് 24-ന് ശേഷം 24-ന് ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതിയിൽ ഈ വിഷയം എല്ലാ വശങ്ങളും ചർച്ച ചെയ്ത് അതേക്കുറിച്ച് കൃത്യമായ ഒരു അഭിപ്രായം, സമഗ്രമായ ഒരു അഭിപ്രായം പാർട്ടിയുടെ ഭാഗത്തുണ്ടാവും. ജോലി സമയത്തെ ഓണാഘോഷ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ പിന്തുണച്ച MM ഹസൻ വർഗീയമായി കാണുന്നവരാണ് തീരുമാനത്തെ എതിർക്കുന്നവരെന്ന് MM ഹസൻ പറഞ്ഞു. പ്രവൃത്തി സമയം ഓഫീസുകളിൽ ഓണത്തിൻ്റെ പൂക്കളം ഇടരുത്. പലരും അതിനെ രാഷ്ട്രീയമായി എതിർത്തു. ഞാൻ പരസ്യമായി അനുകൂലിച്ചു. കാരണം അതിനെ അനുകൂലിക്കാൻ കാരണം അതിനെ രാഷ്ട്രീയമായിട്ടല്ല പലരും വിമർശിച്ചത്, അതിനെ വർഗീയമായി വിമർശിച്ചു. ക്ഷേത്രങ്ങളിൽ ആയുധ പരിശീലനം അനുവദിക്കില്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ക്ഷേത്രങ്ങളിൽ ആയുധ പരിശീലനം നടക്കുന്നുണ്ടോ എന്നത് വിശദീകരണം നൽകുന്നവർക്കറിയാം. RSSന്റെയും BJPയുടെയും പ്രതികരണം ഇരുട്ടിൽ പൂച്ചയെ തപ്പുന്നതിന് തുല്യമെന്നും കടകംപള്ളി പറഞ്ഞു. ഇല്ലാത്ത പൂച്ചയെ ഇരുട്ടത്ത് തപ്പുക എന്ന് കേട്ടിട്ടില്ലേ? അതാണ് അവർ ചെയ്യുന്നത്. ഒരു സംഘടനയും നിരോധിച്ച് അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് കരുതുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരല്ല ഞങ്ങൾ. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേ ഉണ്ടാവുമായിരുന്നില്ല. RSSന്റെ പ്രവർത്തനങ്ങൾ നിരോധിക്കുന്നില്ല എന്ന് മാത്രമല്ല, RSSന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കേണ്ട കാര്യവും ഞങ്ങൾക്കില്ല. അവർ നന്നായിട്ട് പ്രവർത്തിക്കട്ടെ എന്നാണ് ഞങ്ങൾ പറയുന്നത്. ആകെ പറയുന്നത് ഈ ക്ഷേത്ര പരിസരം, ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ട് അത്തരം പരിശീലന കളരിയാക്കരുതെന്നാണ്. പാലക്കാട് തിരുവിഴാങ്കുന്ന് കന്നുകാലി ഫാമിലെ കാലികൾക്ക് ബ്രൂസലോസിസ് രോഗം. ആകെയുള്ള 300-ൽ 84 കാലികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗം മനുഷ്യരിലേക്ക് പടരാൻ സാധ്യതയെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. മണ്ണാർക്കാട് തിരുവിഴാങ്കുന്ന് പ്രവർത്തിക്കുന്ന വെറ്റിനറി സർവകലാശാലയ്ക്ക് കീഴിലെ കന്നുകാലി ഫാമിലാണ് ജന്തുജന്യ രോഗമായ ബ്രൂസലോസിസ് പടർന്നു പിടിക്കുന്നത്. മൃഗങ്ങളുമായുള്ള സമ്പർക്കത്തിലൂടെയും വായുവിലൂടെയും രോഗം വന്ന പശുവിന്റെ പാലുപയോഗിക്കുന്നതിലൂടെയും രോഗം മനുഷ്യരിലേക്ക് പടരാം. പ്രത്യുൽപാദന ശേഷിയെ ബാധിക്കുകയും ക്ഷീണം, സന്ധിവേദന എന്നിവയ്ക്ക് കാരണമാകുകയും ചെയ്യുന്ന രോഗബാധയാണ് ബ്രൂസെല്ല. ഫാമിലെ 84 കന്നുകാലികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ രോഗം പിടികൂടിയവയാണിവ. രോഗബാധ കണ്ടെത്തിയവയെ കൊന്നൊടുക്കാനാണ് വെറ്റിനറി സർവകലാശാലയുടെ തീരുമാനം. രോഗം സ്ഥിരീകരിച്ചവയെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. ഇവയെ കൊല്ലാൻ കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പിന്റെ അനുമതി ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനുള്ള സൗകര്യം തിരുവിഴാങ്കുന്നിലില്ല. മണ്ണുതീയിലെത്തിച്ച് കുത്തിവയ്പ് നൽകിയേ കൊല്ലാൻ കഴിയൂ. ഇതിന് അനുവദിക്കില്ലെന്ന നിലപാടിലാണ് കേന്ദ്ര മൃഗസംരക്ഷണ ബോർഡ്. പ്രശ്നത്തിൽ വെറ്റിനറി സർവകലാശാലയാണ് ഇനി തീരുമാനമെടുക്കേണ്ടത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കണ്ണൂർ തലശ്ശേരിയിൽ തെരുവുനായയുടെ ആക്രമണം. നാടോടി സ്ത്രീയെയാണ് തെരുവുനായക്കൂട്ടം ആക്രമിച്ചത്. ഇവർ താമസിച്ചിരുന്ന ടെന്റിനകത്ത് കയറിയാണ് നായ്ക്കൾ ആക്രമിച്ചത്. മമ്പരം പാലത്തിനടുത്തുള്ള നാടോടി സ്ത്രീയാണ് തെരുവുനായ്ക്കൂട്ടം ആക്രമിച്ചത്. പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം. ഹുൻസൂർ സ്വദേശി രാധയെ ഉറങ്ങിക്കിടക്കവേ തെരുവുനായ്ക്കൾ ആക്രമിക്കുകയായിരുന്നു. മേൽചുണ്ട് നായ്ക്കൂട്ടം കടിച്ചെടുത്തിട്ടുണ്ട്. മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റ രാധയെ തലശ്ശേരി ജനറൽ ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ഓണം ഹൈന്ദവ ആഘോഷമല്ലെന്ന് ശ്രീകുമാരൻ തമ്പി. പീപ്പിൾ TVയുടെ അന്യോന്യം പരിപാടിയുടെ ഓണപ്പതിപ്പിലാണ് ശ്രീകുമാരൻ തമ്പിയുടെ പ്രതികരണം. അന്യോന്യം ഇന്ന് രാത്രി 7:30 പീപ്പിൾ കാണാം.
വർഗീയ ചിന്താഗതി സമീപകാലത്താണ് മലയാളികൾക്കിടയിൽ ഇത്ര വ്യാപകമായതെന്നാണ് ശ്രീകുമാരൻ തമ്പിയുടെ പക്ഷം. അതുകൊണ്ടുതന്നെയാണ് ഓണത്തെ ഹിന്ദുമതാചാരം എന്ന നിലയിൽ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ വിവാദങ്ങളുടെ രൂപാന്തരമെന്നും അദ്ദേഹം പറയുന്നു. കേരളീയ സമൂഹത്തിൽ ഇത്തരമൊരു വിഭാഗീയത സൃഷ്ടിക്കുന്നതിൽ മാധ്യമങ്ങളും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതായി അദ്ദേഹം വ്യക്തമാക്കി. ഓണം നമ്മുടെ ദേശീയോത്സവമാണ് മലയാളികളുടെ എന്ന് നമ്മളെല്ലാവരും പറയുന്നു. അടുത്ത കാലത്ത് ഓണം ഹിന്ദുക്കളുടേതാണ് എന്ന് പറഞ്ഞ് ചില തർക്കങ്ങളും സംസാരങ്ങളും ഒക്കെ സമൂഹത്തിൽ അതൊരിക്കലും ശരിയല്ല. ഇതിനോട് പ്രതികരിക്കാൻ ആഗ്രഹമുണ്ടോ? പ്രതികരിക്കുന്നത് അത് ഒരിക്കലും ശരിയല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അടുത്ത കാലത്താണ് ഈ വർഗീയത നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ഉയർന്നു വരുന്നതും അത് ചർച്ചാ വിഷയമാക്കുന്നതും ഒക്കെ തന്നെ അടുത്ത കാലത്താണ്. അതിന് മീഡിയയ്ക്ക് നല്ലൊരു പങ്കുണ്ട്. ഓണത്തിന് ഐതിഹ്യപ്പെരുമയ്ക്കപ്പുറം ചില മാനവിക തലങ്ങൾ ദർശിക്കുന്നുണ്ട് ശ്രീകുമാരൻ തമ്പി. കഥകളുടെ പൗരാണികതയിൽ തുടങ്ങി കമ്മ്യൂണിസത്തിൽ വരെ ചെന്നെത്തുന്നുണ്ട് ആ ദർശനങ്ങൾ. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ശക്തിയാർജിക്കാൻ കാരണം മലനാട്ടുകാർ മാവേലിയുടെ പ്രജകളായതുകൊണ്ടാണെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നു. കേരളത്തിലെ പോലെ കമ്മ്യൂണിസം ജയിച്ച വേറൊരു രാജ്യം പ്രദേശം ലോകത്തില്ല. മാവേലിയുടെ പ്രജകളാണ് എന്ന ഒരു കാര്യം കൂടി അതിന്റെ പുറകിൽ സാംസ്കാരികമായി അതാണ് മാവേലികളുടെ പ്രജകളായതുകൊണ്ട് കമ്മ്യൂണിസം വന്നത്. തന്റെ ഓണപ്പാട്ടുകളിൽ നിറഞ്ഞു നിൽക്കുന്ന വിപ്ലവബോധവും പ്രകൃതി സ്നേഹവുമെല്ലാം കവി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. ഓണം സമ്പന്നന്റേതു മാത്രമല്ല ദരിദ്രന്റേതു കൂടിയാണെന്ന് ശ്രീകുമാരൻ തമ്പി ഓർമ്മിപ്പിക്കുന്നു. ഓണം ആഘോഷമാണ്. ഓണം നമ്മൾ നേരത്തെ ഞാൻ തന്നെ പറഞ്ഞ പോലെ നമ്മൾ സന്തോഷിക്കുന്ന അവസരമാണ്. പക്ഷേ ഓണത്തിൽ സന്തോഷിക്കാൻ ഭാഗ്യമില്ലാത്ത ഒരു വിഭാഗത്തെക്കുറിച്ച് നമ്മൾ ഏറ്റവും ചിന്തിക്കേണ്ട ഓണത്തിനാണ്. ന്യൂസ് ഡെസ്ക്. BJP ജില്ലാ പ്രസിഡന്റ് സുരേഷിന് CPM നേതാവും കൗൺസിലറുമായ IP ബിനുവിന്റെ മറുപടി. ഇരുട്ടിന്റെ മറവിൽ ഉണക്കപ്പടക്കമെടുത്ത് ബിൽഡിംഗിലേക്ക് വലിച്ചെറിഞ്ഞ് കേമത്തം കാണിക്കുന്നത് തന്റെ രീതിയല്ലെന്ന് ബിനുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചതിന് പിന്നിൽ ബിനുവാണെന്ന് സുരേഷ് ആരോപിച്ചിരുന്നു. ഇതിന് മറുപടിയായാണ് IP ബിനുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. BJP ഓഫീസ് ആക്രമിച്ച യഥാർത്ഥ പ്രതികളെ പിടികൂടണമെന്ന് തന്നെയാണ് തന്റെയും പാർട്ടിയുടെയും നിലപാട്. വിദ്യാർത്ഥി യുവജന സമരങ്ങളുടെ മുൻനിരയിൽ നിന്ന പാരമ്പര്യമാണ് തനിക്കുള്ളത്. അതൊന്നും ഇരുട്ടിന്റെ മറവിലായിരുന്നില്ല എന്നും സുരേഷിന് ബിനുവിൻ മറുപടി നൽകുന്നു. മൂവാറ്റുപുഴയിൽ അധ്യാപിക ശാസിച്ചതിനെ തുടർന്ന് തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച +2 വിദ്യാർത്ഥിനി മരിച്ചു. വാഴക്കുളം സ്വദേശിനിയായ പെൺകുട്ടിയാണ് മരിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇൻക്വസ്റ്റിനും പോസ്റ്റ്മോർട്ടത്തിനും ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയായിരുന്ന പെൺകുട്ടി പരീക്ഷയ്ക്കെത്തിയപ്പോൾ അധ്യാപിക ബാഗ് പരിശോധന നടത്തി. മൊബൈൽ ഫോൺ ഉണ്ടോ എന്നറിയാൻ മറ്റ് വിദ്യാർത്ഥികളുടെ ബാഗ് പരിശോധിക്കുന്ന കൂട്ടത്തിൽ പെൺകുട്ടിയുടെ ബാഗും പരിശോധിക്കുകയായിരുന്നു. ബാഗിൽ നിന്ന് ഒരു കത്ത് കണ്ടെടുക്കുകയും ഇതിന്റെ പേരിൽ വിദ്യാർത്ഥിനിയെ അധിക്ഷേപിക്കുകയും ചെയ്തതിനെ തുടർന്ന് മാനസിക വിഷമത്തിലായ പെൺകുട്ടി വീട്ടിലെത്തി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നുവെന്നാണ് രക്ഷിതാക്കളുടെ പരാതി. നമ്മളോട് ചോദിച്ചു കഴിയുമ്പോൾ എന്നോട് പറഞ്ഞു എല്ലാ അച്ഛനോട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ടീച്ചർ ഇങ്ങനെ ആക്ഷേപിച്ചതിൻ്റെ പേരിലാണ്. അതിലും ഭേദം അവള് മാറ്റി നിർത്തിയ ടീച്ചർ പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ല, 2 അടി വെച്ച് തന്നാലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു. 70% പൊള്ളലേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിനി ഇന്ന് രാവിലെ മരിച്ചു. രക്ഷിതാക്കളുടെ പരാതിയിൽ അധ്യാപികയ്ക്കെതിരെ വാഴക്കുളം പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതേസമയം അധ്യാപിക മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സൗമ്യ വധക്കേസിൽ സർക്കാരിന്റെ വീഴ്ച മറച്ചുവെക്കാനുള്ള പാഴ്ശ്രമമാണ് നടക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല. സർക്കാരിന്റെ പിടിപ്പുകേടാണ് സുപ്രീംകോടതിയിൽ ഉത്തരം മുട്ടിച്ചതെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. പ്രസ്താവനയിലാണ് ചെന്നിത്തല ഇക്കാര്യം പറഞ്ഞത്. ആസിഡ് ആക്രമണം തകർത്തെറിഞ്ഞ ജീവിതത്തിന്റെ ഇന്നലകളെ അതിജീവിച്ച് ഫാഷന്റെ ലോകത്തേക്ക് ചുവടുവെക്കുകയാണ് ഒരു പെൺകുട്ടി. അലഹബാദ് സ്വദേശിനിയായ രേഷ്മ ഖുറേഷിയാണ് അതിജീവനത്തിന്റെ ഈ പുതിയ പെൺമുഖം ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നത്. ന്യൂയോർക്കിലെ FTL മോഡ് ഷോയിൽ ബോളിവുഡ് താരം സണ്ണി ലിയോണിനൊപ്പം റാമ്പിൽ ചുവടുവെക്കുമ്പോൾ രേഷ്മ ഖുറേഷി എന്ന 20-കാരിയുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത് നിറംകെട്ട ജീവിതത്തിന്റെ വിങ്ങലുകളായിരുന്നില്ല, പ്രത്യാശയുടെ പുതുവെളിച്ചമായിരുന്നു. തന്റെ 18-ാം വയസ്സിലായിരുന്നു ക്രൂരത മനുഷ്യരൂപത്തിലെത്തി അവളുടെ സ്വപ്നങ്ങളെ അപഹരിച്ചത്. സ്വന്തം സഹോദരി ഭർത്താവും സുഹൃത്തുക്കളും ചേർന്നാണ് രേഷ്മയുടെ മുഖത്ത് ആസിഡ് ഒഴിച്ചത്. മുഖം വെന്തുരുകിയ ആ പെൺകുട്ടിക്ക് അവളുടെ ഒരു കണ്ണും നഷ്ടമായി. പക്ഷേ മുഖം തകർത്തവർക്ക് അറിയില്ലായിരുന്നു അവളുടെ നിശ്ചയദാർഢ്യത്തിന്റെ ചങ്കുറപ്പ്. ഒരു രാസവസ്തുവിനും ഉരുക്കിക്കളയാനാകാത്ത വീര്യമായി അവൾ ഉയർത്തെഴുന്നേറ്റു. ആസിഡ് ആക്രമണത്തിന് ഇരയായവരെ സംരക്ഷിക്കുന്ന മേക്ക് ലവ് നോസ്കേഴ്സ് എന്ന സംഘടനയിൽ ചേർന്ന് രേഷ്മ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നടന്നു. ഒരു മോഡലാകണമെന്ന തന്റെ സ്വപ്നത്തിലേക്ക് മുഖം വികൃതമായെങ്കിലും അവൾ കടന്നെത്തി. ആ സ്വപ്നമാണ് ഇപ്പോൾ ന്യൂയോർക്കിൽ പൂവണിഞ്ഞത്. പ്രമുഖ ഡിസൈനർ അർച്ചന കോച്ചാറിന്റെ കോസ്റ്റ്യൂം അണിഞ്ഞായിരുന്നു രേഷ്മ റാമ്പിൽ ചുവടുവെച്ചത്. ഈ ദിവസം താൻ ഏറെ ആഗ്രഹിച്ചതാണ്, നടക്കുമെന്ന് കരുതിയതല്ല. എല്ലാം ഭാഗ്യമായി കരുതുന്നു എന്ന് രേഷ്മ പറയും. ആ വാക്കുകൾ ജ്വലിക്കുന്ന ആത്മവിശ്വാസത്തിൻ്റെതാണ്.
മുഖം നഷ്ടപ്പെട്ട ലോകത്തിനുള്ള മുഖപടമില്ലാത്ത വാക്കുകൾ. ന്യൂസ് ഡെസ്ക്. പരിശുദ്ധ ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കമായി. ഹാജിമാർ തമ്പുകളുടെ നഗരമായ മിനായിലേക്ക് ഒഴുകുകയാണ്. നാളെയാണ് അറഫ സംഗമം. 20 ലക്ഷത്തോളം തീർത്ഥാടകർ ഇത്തവണ ഹജ്ജിനെത്തുമെന്നാണ് പ്രതീക്ഷ. തിരക്കൊഴിവാക്കാൻ തീർത്ഥാടകരെ നേരത്തെ തന്നെ തമ്പുകളിലെത്തിക്കാൻ അതത് രാജ്യങ്ങളിലെ ഹജ്ജ് മിഷനുകൾ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ഹാജിമാർ ഇന്നലെ രാത്രി തന്നെ മിനായിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയോടെ തീർത്ഥാടകർ അറഫ സംഗമത്തിന് തിരിക്കും. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം വിളിച്ചോതി കോഴിക്കോട് കോർപ്പറേഷൻ കുടുംബശ്രീ മിഷന്റെ ഓണാഘോഷം. അയൽസഭകളെ സംഘടിപ്പിച്ച് 2000 പൂക്കളമൊരുക്കിയാണ് ഇത്തവണ കുടുംബശ്രീ പ്രവർത്തകർ ഓണം ആഘോഷിച്ചത്. കോഴിക്കോട് കോർപ്പറേഷന്റെയും കുടുംബശ്രീ മിഷന്റെയും സംയുക്ത നേതൃത്വത്തിലാണ് മെഗാ പൂക്കള മത്സരം സംഘടിപ്പിച്ചത്. മത്സരത്തിൽ കോർപ്പറേഷൻ പരിധിയിലെ കുടുംബശ്രീ CDSന് കീഴിലുള്ള 2021 കുടുംബശ്രീ യൂണിറ്റുകൾ പങ്കെടുത്തു. മതേതരത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം വിളിച്ചോതിക്കൊണ്ടാണ് പൂക്കള മത്സരം നടന്നത്. രണ്ടു മണിക്കൂറായിരുന്നു പൂക്കളം ഇട്ടുതീർക്കാൻ അനുവദിച്ച സമയം. മത്സരത്തിൽ വിവിധ അയൽസഭകളിൽ നിന്നായി 10,000-ലേറെ സ്ത്രീകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.